പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അല്പം തണുപ്പൊക്കെ തുടങ്ങി, അതുകൊണ്ടാണ് ഞാൻ സ്വെറ്റർ ഇട്ടിരിക്കുന്നത്. ക്ഷമിക്കണം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ശീർഷകം വായിച്ചു കാണും. ഒഴിച്ചുകൂടാൻ പറ്റാത്ത, അത് മാറ്റിവെക്കാൻ പാടില്ലാത്ത, ഒരിക്കലും മാറ്റിവെക്കാൻ പാടില്ലാത്ത ഒരു പ്രാർത്ഥന. അതാണ് ത്രികാല ജപം. ജീവിതത്തിൽ ഒരിക്കലും മാറ്റരുത്. അത് ആ ദിവസത്തിന്റെ 3 തവണ, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും ചൊല്ലേണ്ട പ്രാർത്ഥന. ചിലർ അത് ചൊല്ലുന്നില്ല, അത് മാതാവിന്റെ ഭക്തിയാണെന്ന് പറഞ്ഞ്. അല്ല, മാതാവിന്റെ ഭക്തി 3 നന്മകളും ചൊല്ലുന്നത് മാതാവിന്റെ മധ്യസ്ഥം യാചിക്കുന്നത് മാത്രമേ ഉള്ളൂ, പറഞ്ഞില്ല. പിന്നെ അതിന് പ്രധാനപ്പെട്ടത് എന്താണ്? അടിസ്ഥാനം എന്താണ്? 3 സത്യങ്ങൾ വിളിച്ച് പ്രഘോഷിക്കുകയാണ്. എന്താണ്? ഒന്നാമത്തേത് കഥാന മാലാഹ എന്ന ജപത്തിന്റെ ഒന്നാമത്തെ നമുക്കറിയാം. കഥാന മാലാഹ മറിയത്തോട് സംസാരിച്ചു. ആ സന്ദേശം ലോകത്തെ മറിച്ച രണ്ടാക്കിയ സംഭവമാണ്. തമ്പുരാൻ ദൈവം വലിയ ദൂത് കൊടുക്കുകയാണ്, മാതാവിന് കൊടുക്കുകയാണ്. രണ്ടാമത്തേതോ, അതിന് അവൾ യെസ് പറയാണ്. അങ്ങനെ ഇഷ്ടം പോലെ നടക്കട്ടെ, ദൈവഹിതപ്രകാരം ജീവിക്കേണ്ടവരാണല്ല. മൂന്നാമത്തേത്, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഏറ്റവും വലിയ രഹസ്യം, മനസ്സിന് മനസ്സിലാക്കാൻ ഒരിക്കലും പറ്റാത്ത ദൈവം മനുഷ്യനാകണം. എന്തിന്? മനുഷ്യരെ ദൈവമാക്കാൻ, ദൈവമക്കളാക്കാൻ. അത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ നമ്മൾ ആരും ക്രിസ്ത്യാനികൾ ആവില്ലായിരുന്നു, നമ്മൾ ആരും രക്ഷിക്കപ്പെടില്ലായിരുന്നു. അപ്പൊ രക്ഷയുടെ ഈ 3 അടിസ്ഥാന വിശ്വാസ സത്യങ്ങളുടെ പ്രഖ്യാപനമാണ് ത്രികാല ജപം, അഥവാ കർത്താന മാലഹ എന്ന ജപം. അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ അടിത്തറ ഉറപ്പിക്കുന്നതാണ്. ഇന്ന് അടിത്തറയിലാണല്ലോ നമ്മൾ ഷേക്ക് ചെയ്യുന്നത്. ഒരു കാരണം ഞാനിത് പറയും. നമ്മൾ എത്ര പേർക്ക് പ്രാർത്ഥന കാണാതറിയാം? ഒന്ന് ചോദിച്ചു നോക്കൂ. എത്ര പേർ ചൊല്ലുന്നുണ്ട് ഈ 3 തവണ? ആത്മശോധന ചെയ്യൂ. അർത്ഥപൂർണമായിട്ട് ചൊല്ലുന്നുണ്ടോ? അതോ വെറുതെ ഒരു ചടങ്ങ് പോലെ അങ്ങ് പറഞ്ഞു വിടുന്നതേ ഉള്ളൂ? ഇതൊക്കെ ചിന്തിക്കാൻ ഒരവസരം ഞാൻ തരികയാണ്. കാരണം കാലം മോശമാണ്. നമ്മൾ വിജ്ഞാനമുള്ളവരെ അജ്ഞരായി ജീവിക്കാൻ പാടില്ല. പൗലോസ്ലീഹ എഫെസോസ്കാർക്ക് എഴുതിയ ലേഖനത്തിന്റെ 5:15 പറയുന്ന പോലെ വിഡ്ഢികളായി ജീവിക്കരുത്, പിന്നെയോ വിവേകികളായിരിക്കണം. കാലം മോശമാണ്. കാലത്തെ വിവേചിച്ചറിയണം. ഈ കാലഘട്ടത്തിൽ ഏറെ വേദനകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. നിങ്ങൾ ഇതിനെപ്പറ്റി അജ്ഞരായിരിക്കരുത്. അവിടെ പ്രാർത്ഥന ആവശ്യം. മുസ്ലിം സമുദായത്തിൽ നിന്ന് ക്രിസ്ത്യാനിയായ ഒരു വ്യക്തി ഒരിക്കൽ എന്നോട് സംസാരിച്ചു, വിയന്നയിൽ വെച്ച്. അദ്ദേഹം പറയായിരുന്നു, എന്തുകൊണ്ടാണ് ഈ ക്രിസ്തു മതം ഇങ്ങനെ പോകുന്നത്, ഒരു ശക്തിയില്ലാതെ ക്ഷയിച്ചു പോകുന്നത്? അതിനൊരു കാരണം സ്നേഹമില്ലായ്മയാണ്. അതിന്റെ കാര്യം പറയായിരുന്നു, സ്നേഹത്തിൽ എല്ലാ ക്രിസ്ത്യാനികളെയും ഒന്നിച്ചു കൂട്ടുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അതാണ് ത്രികാല ജപം. അത് പലരും ചൊല്ലുന്നില്ല. എന്നിട്ട് അയാൾ പറയായിരുന്നു, അയാൾ മുസ്ലിം ആയിരുന്ന കാലത്ത് 5 തവണ സാഷ്ടാംഗ പ്രണാമം ചെയ്ത് 5 തവണ ഏറ്റുപറഞ്ഞ എന്താണ്? അല്ലാഹ് മാത്രം ദൈവം, മുഹമ്മദ് മാത്രം പ്രവാചകൻ, വേറൊന്നുമില്ല. ഈ സത്യം പ്രഘോഷിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കർത്താനമാലാഹ ജപം ഒരു പ്രഘോഷിക്കൽ ആണ്. നാം പ്രഘോഷിക്കുന്ന വചനത്തിന്റെ ശക്തി അന്തരീക്ഷത്തിൽ എന്തും നിലനിൽക്കും. ഓർക്കണം, ആകാശവും ഭൂമിയും കടന്നുപോയാലും അവിടുത്തെ വചനം കടന്നുപോവുകയില്ല എന്ന് പറഞ്ഞ കർത്താവിന്റെ ആ വചനം നമ്മൾ പ്രഘോഷിക്കുമ്പോൾ, ഈ സത്യം ക്രിസ്ത്യാനിറ്റിയുടെ, ക്രിസ്തുമതത്തിന്റെ, ക്രിസ്ത്യതയുടെ അടിസ്ഥാന സത്യങ്ങൾ വിളിച്ചു പറയുമ്പോൾ അത് ഈ ഭൂമിയിൽ അത്ഭുതങ്ങൾ ചെയ്യും, അടയാളങ്ങൾ ചെയ്യും. കണിശമായിട്ടും നശിച്ചു പോകാത്ത വചനത്തിന്റെ ശക്തി ഇവിടെ എല്ലാവർക്കും ഉണ്ടാകും. നിങ്ങളുടെ മനഃശേഷം നിങ്ങളുടെ മക്കളുടെ മേലും കൊച്ചുമക്കളുടെ മേലും അത് അനുഗ്രഹങ്ങൾ കൊണ്ടുവരുമെന്ന് തീർച്ചയാണ്. അതുകൊണ്ടാണ് ഈ പ്രൊക്ലമേഷൻ, അതായത് ഏറ്റുപറച്ചിലാണത്. എന്നിട്ട് 3 തവണ മാതാവിന്റെ മധ്യസ്ഥം യാചിക്കുന്നു. അവസാനം 3 തവണ ത്രിത്വത്തിന്റെ സ്തുതി എഴുതുന്നു. അത് പ്രധാനപ്പെട്ട ഒന്നാണ്. പലരും ഇന്ന് മാറ്റിയിട്ടുണ്ട്. കേരളത്തിൽ പോലും ഞാൻ കണ്ടിട്ടുണ്ട്, 1 തവണയേ ഉള്ളൂ. എന്തിനാ 3 തവണ? ആവർത്തിക്കാൻ പറ്റില്ല.
എല്ലാം ആവർത്തനമല്ലേ? നമ്മൾ കപ്പയും ചോറും അരിയെല്ലാം ആവർത്തിച്ചല്ലേ തിന്നുന്നതും കുടിക്കുന്നതുമൊക്കെ? ദൈവബലിയിലെ പ്രാർത്ഥനകളെല്ലാം ആവർത്തനമല്ലേ? പ്രിയമുള്ളവരെ, ആവർത്തനമില്ലാത്ത ജീവിതമില്ല. അതുകൊണ്ട് 3 തവണ തീർത്ഥസ്തുതി ചെല്ലുന്ന ആവർത്തനമായിട്ട് കരുതരുത്. അതിന്റെ അർത്ഥം മനസ്സിലാക്കണം. 3 പൂർണ്ണ നമ്പർ, ത്രിത്വം 3. മാത്രമല്ല ത്രിയേക ദൈവത്തിന്റെ അതിവിശുദ്ധി, വിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന അതിവിശുദ്ധിയെ പ്രഘോഷിക്കുകയാണ്. നമുക്ക് എല്ലാ ഞായറാഴ്ചയും മാർപ്പാപ്പ ഈ ത്രികാല ജപം ചൊല്ലുന്നത് റേഡിയോയിലോ ടിവിയിലോ നിങ്ങൾക്ക് കേൾക്കാൻ കാണാം. 3 തവണയും കൃത്യമായിട്ട് പറയും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ എന്നേക്കും എന്ന പ്രാർത്ഥന മനോഹരമാണ്. ത്രിത്വത്തിന് സ്തുതി കൊടുക്കുക. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഒന്ന് ഗ്രഹിച്ച് മറക്കാതെ നിങ്ങൾ ചൊല്ലാൻ നോക്കൂ. സമയിച്ച് മാറിയാലും ഏറ്റവും നല്ല കുടുംബത്തിലാണെങ്കിൽ ഒന്നിച്ച് എഴുന്നേൽക്കുമ്പോഴേ എല്ലാവരും കൂടെ ഒന്നിച്ച് അതും ചൊല്ലി ഒരു സ്വർഗസ്ഥനാവിലായും ഒരു സ്തുതിയും കൊടുത്ത് പണിക്കൊക്കെ പോകുന്ന നല്ലതാണ്. അവർ വൈകുന്നേരവും അങ്ങനെ ഒന്നിച്ചു ചോദിച്ചിരുന്നത് നല്ലതാണ്. കുടുംബത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണയ്ക്ക് വേണ്ടി ഒരു വീഡിയോയിൽ നിങ്ങൾ കേട്ടു. ഉച്ചയ്ക്ക് ഒരു പക്ഷേ നിങ്ങൾ പല സ്ഥലങ്ങളിലായിരിക്കും. സാരമില്ല, അവിടെയാണെങ്കിലും ഉച്ചത്തിൽ ചൊല്ലാൻ പറ്റിയില്ലെങ്കിലും മനസ്സുകൊണ്ട് ആവർത്തിക്കുക. പിന്നെ ഈ 3 തവണ ഈ കുരിശ് വരയ്ക്കുമ്പോൾ കുരിശിനെ വരയ്ക്കുക. കുരിശിനെ പേടിക്കരുത്. കുരിശിനെ നിന്റെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തരുത്. അത് നമ്മൾ ഗലാത്യർ 3:1 പൗലോസ് പറയുന്നത്, ക്രൂശിതനായ നിങ്ങളുടെ മുമ്പിൽ ചിത്രീകരിക്കപ്പെട്ടവനെ നിങ്ങൾ മാറ്റിവെക്കാൻ ഏത് പിശാചാണ് കടന്നു വന്നത് എന്ന്. അതുകൊണ്ട് എപ്പോഴും കുരിശിനുള്ള ഭക്തി. ആ 3 തവണ കുരിശ് വരയ്ക്കുമ്പോൾ ആ ക്രൂശിതനെ ഓർക്കുന്നത്. എന്റെ പാപങ്ങൾ ഏറ്റെടുത്തവൻ, എനിക്ക് രോഗശാന്തി തരുന്നവൻ, ആ ഭൗമിക അനുഗ്രഹങ്ങൾ തരുന്നവൻ, ആധ്യാത്മിക അനുഗ്രഹങ്ങൾ തരുന്നവൻ, സ്വർഗത്തിലേക്ക് ആ ഹൃദയത്തിലൂടെ കവാടം തുറന്നവൻ, എനിക്ക് രക്ഷ നൽകുന്നവൻ. രക്ഷയുടെ കുരിശാണ് ഓർക്കുന്നത്. അത് 3 തവണ ശരീരത്തിൽ വരയ്ക്കുമ്പോൾ അനുഗ്രഹം, ഐശ്വര്യം സ്വാഭാവികമായിട്ടും വന്നുകൂടും. 4 പേര് കണ്ടോട്ടെ. യേശുവിന്റെ കുരിശിൽ നിങ്ങൾ അഭിമാനം കൊള്ളണം. യേശുവിൻ നാമത്തിൽ നിങ്ങൾ അഭിമാനമുള്ളവരായിരിക്കണം മക്കളെ. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. യൂറോപ്പിലൊക്കെ പ്രാർത്ഥനയെല്ലാം പോയി ആർക്കും വിശ്വാസമില്ലെന്ന് നമ്മുടെ നാട്ടിൽ അച്ഛന്മാരും ഒക്കെ വന്ന് പ്രഘോഷിക്കാറുണ്ട്. നിങ്ങൾക്കൊരു 30 വർഷത്തോളമായിട്ട് ഞാൻ അവിടെയാണ്. എന്നാൽ ഭക്തിയുള്ളവരുടെ ഭക്തി വളരെ വളരെ ശക്തവും വ്യക്തവുമാണ്. ഞാൻ കർത്താവിന്റെ മാലാഹ ചൊല്ലുമ്പോൾ ഈ 3ാമത്തെ, അതായത് വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് പറയുമ്പോൾ മിക്ക ആളുകളും സാധിക്കുന്നവരെല്ലാം മുട്ടണിക്കും, എന്നിട്ട് കൈകൂപ്പും തല കുനിക്കും. ഞാൻ ആദ്യം ഓർത്ത് എന്താണ് നമ്മുടെ നാട്ടിൽ ഇല്ലാത്തതെന്നാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായത്, കാരണം ഏറ്റവും ലോകത്തെ വലിയ അത്ഭുതമാണത്. ദൈവം മനുഷ്യനായി, മനുഷ്യനെ രക്ഷിക്കാൻ, നമ്മൾ ഓരോരുത്തരെയും ദൈവിക ജീവിതത്തിൽ പങ്കാളികളാക്കി രക്ഷിക്കാൻ ഈ സത്യം പ്രഘോഷിക്കുന്ന സമയം മനസ്സിൽ വരുന്നത് എന്താണ്? നമ്മോടുകൂടെ വസിക്കുന്ന സക്രാരിയിലെ ഈശോ. ഇന്ന് വചനം മാംസമായി നാം കാണുന്നത് വിശുദ്ധ കുർബാനയിലാണ്. അപ്പോൾ മുട്ട നിൽക്കുമ്പോൾ അവർ ഓർക്കുന്നത് 2 കാര്യം. സക്രാരിയിൽ എഴുന്നള്ളിയിരിക്കുന്ന ഈശോ, നമ്മോടുകൂടെയുള്ള എമ്മാനുവൽ. 2, വിശുദ്ധ കുർബാന സ്വീകരണത്തിൽ ശരീരവും രക്തവും സ്വീകരിച്ചത് ഹൃദയത്തിൽ. ഹൃദയം സക്രാരിയാണ്, ഈശോ ജീവിക്കുന്നു. ഈ ചിന്ത വെച്ചുകൊണ്ടാണ് അപ്പോൾ മുട്ട നിൽക്കുന്നത്. ചുരുക്കം പേര് ചെറുപ്പക്കാരെ എങ്ങോട്ടുണ്ട് ആ സമയത്ത് സാഷ്ടാംഗം ചെയ്തത്. പ്രിയപ്പെട്ടവരെ, ഞാനിതൊക്കെ ചെയ്യാനായിട്ടില്ല നിങ്ങളോട് പറയുന്നത്. എങ്കിലും ആ സമയം ഒരു സൈലൻസ്, നിശബ്ദത കൊടുത്തുകൊണ്ട് ആ ദിവസക്കാരെയും കുർബാനയും ഒന്ന് ഓർക്കുക. നീ സ്വീകരിച്ച ആ ശരീരരക്തങ്ങൾ അതും മനസ്സിലോക്കുക. ആ കൈ മാറോട് വെച്ച് തലയൊന്ന് കുനിക്കുകയും ചെയ്യുക. ആ സമയത്ത് പറ്റുന്ന ഒരു ഭക്തി പ്രകടനമാണ്. വെറും ഭക്തിയല്ല, സത്യത്തിന് മുമ്പിൽ തല കുനിക്കുകയാണ്. അതുകൊണ്ട് ആ ഏറ്റുചൊല്ലുന്ന ആ പ്രാർത്ഥന മനസ്സിലാക്കിക്കൊണ്ടും ബോധപൂർവം ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. വെറുതെ ഒരു ചടങ്ങായിട്ട് കടത്തു പോരുത്. സമയം മാറിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. 8 മണി 10 മണി ആയാലും കുഴപ്പമില്ല. ഉച്ചയ്ക്ക് എന്നുള്ള 1 മണിയോ 1:30 ആയാലും കുഴപ്പമില്ല. 3 തവണ ചൊല്ലുന്നതിലാണ് എൻ്റെ അർത്ഥം. ആ 3 അർത്ഥമുണ്ട്. പൂർണ്ണ നമ്പറാണത്, 3 നമ്പർ. അപ്പോൾ നിങ്ങൾ ദയവായിട്ട്
എല്ലാ ദിവസവും ത്രികാല ജപം ചൊല്ലുന്നവരായി മാറട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കേരളത്തിൽ അതൊക്കെ ഇപ്പം മാറിപ്പോയിരിക്കുന്ന ചില ധ്യാനങ്ങൾക്ക് പോയിരിക്കും പോലും ധ്യാനഗുരുക്കന്മാർ പോലും ഒന്നിച്ച് ഉച്ചയ്ക്ക് പ്രാർത്ഥന ചൊല്ലിക്കാറില്ല. ഞാൻ പള്ളികളിലൊക്കെ ഒരിക്കലും ചൊല്ലിക്കാണ്ട് ഞാൻ കാണാറില്ല. ഈ ആളുകളൊന്നും ഉണ്ടായിരിക്കാം. ഇപ്പം ഞാൻ അധികമൊന്നും പള്ളിയിൽ പോകുന്നില്ല, ഈ വീൽ ചെയർ ആയതുകൊണ്ട്. പക്ഷെ എനിക്ക് അന്വേഷിക്കുമ്പോൾ അറിയാം, പല വീടുകളിലും ഈ പ്രാർത്ഥന ഇല്ല. പലർക്കും അറിയത്തുമില്ല, കാണാതെ അറിയത്തില്ല. പ്രായമുള്ളവർക്കെല്ലാം അറിയാം. ചിലപ്പോൾ കഥാനമാരായാലും അതുകൊണ്ട് അവരോട് പറയും, ഈ പ്രായമുള്ളവരാ മരിക്കാൻ പോവാം, മരിച്ചാൽ പിന്നെ ഈ മക്കളെ അത് ചെറുപ്പക്കാരെ ഒന്ന് പഠിക്കണേ, നമുക്ക് രക്ഷപ്പെടണ്ടേ. അതുകൊണ്ട് ഈ പ്രാർത്ഥനയുടെ പ്രാധാന്യം ഞാൻ നിങ്ങളോട് പറയുകയാണ്. ഞാൻ പറയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രാർത്ഥനയാണ്. ഞാൻ പറയും കൊന്തേക്കാളും മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാളും അടിസ്ഥാനപരമായിട്ടുണ്ടായിരിക്കേണ്ട പ്രാർത്ഥന. പ്രാർത്ഥനയല്ല, പിന്നെയോ പ്രഖ്യാപനമാണ്. കർത്താവിനെ പ്രഘോഷിക്കൽ ആണ്. എവിടെ കർത്താവിനെ പ്രഘോഷിക്കുന്നു അവിടെ കർത്താവ് വരും, അനുഗ്രഹിക്കും. കർത്താവ് അവിടെ കനിശം വരും. കർത്താവിന് ഏറ്റവും ഇഷ്ടമുള്ള ജോലിമാരാണ് അവിടുത്തെ പ്രഘോഷിക്കുക. ഒരിക്കൽ ഞങ്ങൾക്ക് സ്റ്റേജിൽ പോയി വചന പ്രഘോഷവും നടത്താൻ പറ്റുന്നില്ല. അനുദിനം നിന്റെ ജീവിതത്തിൽ വചനം ഘോഷിക്കുകയാണ് ഈ ത്രികാല ജപത്തിലൂടെ. 3 വലിയ അടിസ്ഥാന സത്യം, ക്രിസ്തീയതയുടെ അടിസ്ഥാന സത്യം പ്രഘോഷിക്കുകയാണ്. അതെ, മാലാഹ വന്നു സന്ദേശം കൊടുത്തു, അത് സ്വീകരിച്ചു ഹൃദയത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ മറിയം. ആ മറിയം ഗർഭം ധരിച്ചു ആ യേശുവിനെ ഞങ്ങൾക്കായി തന്നു. ആ യേശു തന്നു മാത്രമല്ല, ഞങ്ങളോട് വസിക്കുന്നു. നമ്മുടെ മുഴുവൻ സത്യങ്ങളാണ് അവിടെ. ഇത് മനുഷ്യർ ധ്യാനിച്ചുകൊണ്ട് ഇത് ആത്മാർത്ഥമായി ചെയ്യുന്നവരായിരിക്കട്ടെ നിങ്ങൾ. അതിന് കർത്താവ് ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. 1 മിനിറ്റ് കണ്ണടയ്ക്കാണെങ്കിൽ ഞാനൊരു ആശീർവാദം നിങ്ങൾക്ക് തരാം. കാര്യങ്ങളുടെ കർത്താവ് ചെറിയ വീഡിയോ കേട്ട ഇവരെ ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുന്നു. ആത്മാവിലൂടെ അങ്ങ് വെളിപ്പെടുത്തിയ ചില കാര്യങ്ങൾ സന്തോഷത്തോടെ ഞാൻ പങ്കുവയ്ക്കുകയായിരുന്നു. പലയിടത്തും കർത്താനമാലാഹ ചൊല്ലുക എന്നത് അറിയത്തില്ല പലർക്കും. പലരും ആ സമയം അതേപ്പറ്റി ചിന്തിക്കാറേയില്ല. മറ്റു പല കാര്യങ്ങളും വ്യാപൃതരാണ്. കർത്താവ് സഭ ഇത് നിർദ്ദേശിച്ചിരിക്കുന്ന കാര്യം കർത്താവിന്റെ ആ വലിയ സത്യങ്ങൾ മനസ്സിലാക്കാനും ആ സത്യമനുസരിച്ച് നയിക്കപ്പെടുവാനുമാണ്. നിങ്ങൾ സത്യമറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യുമെന്ന് അങ്ങ് പറഞ്ഞല്ലോ. ഈ സത്യമാണ് ഈ മക്കളോട് ഞാൻ പങ്കുവച്ചത്. കാരുണ്യ കർത്താവിനെ അനുഗ്രഹിച്ചു. അവർ കരങ്ങൾ കൂപ്പി, അഥവാ കരങ്ങൾ നെഞ്ചോട് ചേർത്ത് വെച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന പോലെ ത്രികാല ജപവും പ്രാർത്ഥിക്കുവാൻ ഇവർക്ക് ഇട കൊടുക്കണമേ, അനുഗ്രഹം കൊടുക്കണമേ. അതിവർക്കും കുടുംബങ്ങൾക്കും ലോകം മുഴുവനും അനുഗ്രഹപ്രദമായി മാറുമാറാകട്ടെ. അനുഗ്രഹദാതാവായ കർത്താവേ, ഇവരെപ്പോഴെല്ലാം വചനം പ്രഘോഷിക്കൂ. ഏറ്റവും കൂടുതൽ അടിസ്ഥാനമായി വചനം പ്രഘോഷിക്കുന്നത് ത്രികാല ജപത്തിലാണ്. എല്ലാ ദിവസവും അതിനുള്ള അനുഗ്രഹം സ്വർഗം തുറന്നു കൊടുക്കണമേ. ആ സമയത്ത് പ്രഘോഷിക്കുന്നവരുടെ മേൽ വർഷിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സ്നേഹന്മാരുടെ മേൽ വർഷിച്ച പരിശുദ്ധാത്മാവെ കൊടുക്കണമേ. പ്രഘോഷണത്തിലൂടെ എല്ലാ വചന പ്രഘോഷകർക്കും കൊടുക്കുന്ന അനുഗ്രഹം ഈ ത്രികാല ജപം പ്രഘോഷിക്കുമ്പോഴും ഇവർക്കും കൊടുക്കുമാറാകണമേ. മാതാവിന്റെ വിമല ഹൃദയത്തിലൂടെ ഈശോയുടെ ഹൃദയത്തിൽ നിങ്ങളെ അർപ്പിച്ചാൻ ആശീർവദിക്കുന്നു, അനുഗ്രഹിക്കുന്നു. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.